മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ഇവ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് CMath എന്ന ഹെഡർ ഫയലിലാണ്. എക്സാമ്പിൾസ്: ABS, FABS, SQRT, POW. ഇവ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ CMath എന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഈ ഓരോ ഫങ്ഷൻസിൻ്റെയും യൂസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ABS. ABS എന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. എന്തായിരുന്നു അബ്സല്യൂട്ട് വാല്യൂ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അബ്സല്യൂട്ട് വാല്യൂ എന്നാൽ ഡിസ്റ്റൻസ് ഫ്രം സീറോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തുന്നതിന് ആ നമ്പറിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ റിമൂവ് ചെയ്താൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5. -5ൻ്റെ നെഗറ്റീവ് സിമ്പിൾ മാറ്റിയാൽ നമുക്കതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലഭിക്കും 5. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 ഒരു പോസിറ്റീവ് നമ്പറാണ്. 5ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 5 തന്നെയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് +19. പോസിറ്റീവ് സിമ്പിൾ അങ്ങ് മാറ്റി 19 ആണ് അബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലഭിക്കാൻ ആ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ റിമൂവ് ചെയ്ത് ആ നമ്പർ എടുത്താൽ അബ്സല്യൂട്ട് വാല്യൂ ആയി. ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി റിസൾട്ടായി നൽകുന്ന മാത്തമാറ്റിക്കൽ ബിൽറ്റ് ഇൻ ഫങ്ഷനാണ് ABS. ABS ഫങ്ഷൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഇൻറ്റ് ABS ഇൻറ്റ്. ABS ഫങ്ഷന് ഒരു ആർഗ്യുമെൻ്റ് ആണുള്ളത്. ഈ ആർഗ്യുമെൻ്റ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. ABS ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ഇൻറ്റീജർ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് n, a 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. n-ൻ്റെ വാല്യൂ 10 ആണെങ്കിൽ ABS n എന്താണ് ചെയ്യുക? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന n, അതായത് 10ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി a എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. 10ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പോൾ എയുടെ വാല്യൂ ആയി നമുക്ക് എന്താ ലഭിക്കുക? 10. ABS ഫങ്ഷൻ 10ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി a എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. n = -27. ABS n എന്താണ് ചെയ്യുന്നത്? -27ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. -27ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 27. നമുക്ക് എയുടെ വാല്യൂ ആയിട്ട് എന്താണ് ലഭിക്കുക? 27. ഓക്കെ. അടുത്തത് FABS. FABS ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലഭിക്കാനും നമ്മൾ എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ റിമൂവ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ലഭിക്കും. 2.5 എന്ന നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 2.5. പോസിറ്റീവ് 31.7 അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 31.7. -1.26 അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 1.26. അപ്പോൾ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ലഭിക്കും. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് FABS എന്ന ബിൽറ്റ് ഇൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ്: ഫ്ലോട്ട് FABS ഫ്ലോട്ട്. FABS ഫങ്ഷന് ഒരു ആർഗ്യുമെൻ്റ് ആണ് ഉള്ളത്. അതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കും. FABS ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്ലോട്ട് n, a 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. n-ൻ്റെ വാല്യൂ 7.25 ആണെങ്കിൽ FABS ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന n, അതായത് 7.25ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി a എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 7.25ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 7.25. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. n = -1.2 ആണെങ്കിൽ FABS n എന്തായിരിക്കും ചെയ്യുക? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന n, അതായത് -1.2ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി a എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. -1.2ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്?
1.2. എയിലേക്ക് 1.2 സ്റ്റോർ ചെയ്യും. ABS എന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. FABS ഉപയോഗിക്കുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ SQRT. SQRT ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. സ്ക്വയർ റൂട്ട് എന്താണ്? ഇപ്പോൾ 16 എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് 4, 100ൻ്റെ സ്ക്വയർ റൂട്ടാണ് 10, നമുക്കറിയാം അല്ലേ. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഡബിൾ SQRT ഫംഗ്ഷന് ഒരു ആർഗ്യുമെൻ്റ് ആണ് ഉള്ളത്. ഈ ആർഗ്യുമെൻറ്റ് ഒരു ഇൻറ്റീജർ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഡബിൾ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ ആകാം. സിൻടാക്സിൽ നമ്മൾ ഡബിൾ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇൻറ്റു ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ ആർഗ്യുമെൻ്റായി വരാം. SQRT ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തി റിട്ടേൺ ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. n = 16. എന്നിൻ്റെ വാല്യൂ 16 ആണ്. SQRT n എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന n 16 എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തി എസ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എസ്സിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക? 16ൻ്റെ സ്ക്വയർ റൂട്ടായ 4 സ്റ്റോർ ചെയ്യപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. n = 36.7. നമ്മളിവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറാണ് എന്നിന് വാല്യൂ ആയി നൽകിയിരിക്കുന്നത്. SQRT n എന്ത് ചെയ്യുന്നു? 36.7ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തി എസ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എസ്സിന് എന്താണ് വാല്യൂ ലഭിക്കുക? 36.7ൻ്റെ സ്ക്വയർ റൂട്ട് 6.05805 ആയിരിക്കും എസ്സിൻ്റെ വാല്യൂ. SQRT ഫംഗ്ഷന് ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു ഡബിൾ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ ആർഗ്യുമെൻ്റായി നൽകാം. ആർഗ്യുമെൻ്റായി നൽകുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് SQRT. ഓക്കെ, അടുത്തത് POW ഫംഗ്ഷൻ, പവർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു നമ്പറിൻ്റെ പവർ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. പവർ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ നോക്കാം. 2⁻3, 2 to the power 3. 2 to the power 3 അല്ലെങ്കിൽ 2⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ് പവർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് ഇങ്ങനെയാണ്: ഡബിൾ POW ഡബിൾ ഡബിൾ. പവർ ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഈ ആർഗ്യുമെൻറ്റ്സ് ഇൻറ്റ്, ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസ് ആവാം. പവർ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻ്റായി നൽകിയിരിക്കുന്ന 2 വാല്യൂസ് എക്സും വൈയും ആണെങ്കിൽ പവർ ഫംഗ്ഷൻ x⁻y അല്ലെങ്കിൽ x⁻y എന്ന വാല്യൂ ആയിരിക്കും റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. XY എന്ന് 2 വേരിയബിൾസ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 2. പവർ x,y എന്താണ് ചെയ്യുന്നത്? പവർ x,y എന്ന് പറഞ്ഞാൽ പവർ 3,2. 3⁻2 കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് P എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. 3⁻2 എന്താണ്? 3 × 3 9 ആയിരിക്കും Pയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ പവർ ഫംഗ്ഷൻ എന്ത് കാൽക്കുലേഷനാണ് നടത്തുന്നത്? x⁻y 3⁻2. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. A എന്നൊരു വേരിയബിൾ ഉണ്ട്. എയുടെ വാല്യൂ 2 ആണ്. പവർ a,4 എന്ന് പറയുമ്പോൾ പവർ 2,4. പവർ 2,4 എന്ന് പറഞ്ഞാൽ 2⁻4 കാൽക്കുലേറ്റ് ചെയ്ത് B എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. 2⁻4 എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2 എത്രയാണ്? 16. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എയുടെ വാല്യൂ 16 ആണ്. പവർ a,0.5. പവർ a,0.5 എന്ന് പറയുമ്പോൾ എന്ത് കാൽക്കുലേഷനാണ് നടക്കുന്നത്? പവർ 16,0.5. 16⁻0.5. 0.5 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണല്ലേ. 16⁻1/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്നാണ് അർത്ഥം. SQRT 16 എന്ന കാൽക്കുലേഷനാണ് നടക്കുന്നത്. അപ്പോൾ ബിയിലേക്ക് എന്തായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക? 4 എന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ പവർ a,0.5 എന്നത് എന്തിനോട് തുല്യമാണ്? SQRT Aയോട് തുല്യമാണ്. ഓക്കെ.